ഓക്കെ, അപ്പം അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അക്യൂട്ട് ഡയറിയ ആണ്. അപ്പം അക്യൂട്ട് ഡയറിയനെ പറ്റി നമ്മളിപ്പോൾ ഒരു എക്സാമിന് പോവുകയാണെങ്കിൽ ഒരു മിനിമം നമുക്ക് എന്തൊക്കെയാണ് അറിഞ്ഞു വെക്കേണ്ടത് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ അറിയണം. സഡൻ ഓൺസെറ്റ്, അക്യൂട്ട് എന്ന് പറയുമ്പോൾ എന്താ, സഡൻ ഓൺസെറ്റ് ഓഫ് എക്സസീവ്ലി ലൂസ് സ്റ്റൂൾ. ഇത് നമുക്ക് എന്തായാലും പറയാൻ പറ്റും. സഡൻ ഓൺസെറ്റ് ഓഫ് എക്സസീവ്ലി ലൂസ് സ്റ്റൂളാണ് of greater than 10 ml per kg per day in infants and greater than 200 per 24 hours in older children lasting for less than 14 days. അപ്പം ഗ്രേറ്റർ ദാൻ 14 ഡേയ്സ് ആയിക്കഴിഞ്ഞാൽ വേറെ ആയി, ലെസ് ദാൻ 14 ഡേയ്സ് ആയിരിക്കണം. ഇൻഫൻസിലാണെങ്കിൽ ഗ്രേറ്റർ ദാൻ 10 ml per kg per day ആയിരിക്കണം. ഇൻ ഓൾഡർ ചിൽഡ്രൻ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 200 gram per day ലൂസ് സ്റ്റൂൾസ് പോവുകയാണെങ്കിൽ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്യൂട്ട് ഡയറിയ എന്ന് പറയുന്നത്. പിന്നെ അവർ നമ്മളോട് ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കോസ് എന്താണ്. മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഡയറിയ എന്ന് പറയുന്നത് ഈ ചിൽഡ്രനിലാവുമ്പോൾ റോട്ട വൈറസ് തന്നെയാണ്. ഇപ്പോൾ ഒരു വൈറൽ സംഭവമായിട്ടാണ് നമ്മളിതിന് മോസ്റ്റ്ലി സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ അപ്പം നമുക്ക് ഡയറിയയുടെ മോസ്റ്റ് കോമൺ കോസ് വരുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ്റെ മോസ്റ്റ് കോമൺ കോസ് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ എന്താ, ഹാബിറ്റ്വലായിട്ടാണ് മിക്കവാറും കുട്ടികളിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്നത്, ഈ ടോയ്ലറ്റ് ട്രെയിനിങ് മര്യാദയ്ക്ക് കിട്ടാത്തതുകൊണ്ട്. പിന്നെ നിയോനേറ്റ്സിൽ വോമിറ്റിങ്ങിൻ്റെ മോസ്റ്റ് കോമൺ കോസ് ഇതേപോലെ എന്താ, എയറോഫേജിയാണ്. അപ്പം ഇവർക്ക് എല്ലാവർക്കും നമ്മളൊരു റീഅഷുറൻസ് ആണ് ഈ കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് പേരൻസ് വരുമ്പോൾ മെയിനായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഡയറിയയുടെ മെയിൻ പ്രശ്നമെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു 2 കോംപ്ലിക്കേഷൻസ്. ഒന്ന് ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കാം, 2 മാൽന്യൂട്രീഷൻ ഉണ്ടാക്കാം. പിന്നെ നമ്മൾ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, അപ്പം IMNCA പറഞ്ഞേക്കുന്നത് വെച്ച് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. നോ ഡീഹൈഡ്രേഷൻ, സം ഡീഹൈഡ്രേഷൻ ആൻഡ് സിവിയർ ഡീഹൈഡ്രേഷൻ. അപ്പം ഫസ്റ്റ് നമ്മൾ സെൻസോറിയം നോക്കണം. കൊച്ച് ആക്റ്റീവാണ്, അലേർട്ടാണ്, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നോ ഡീഹൈഡ്രേഷൻ എന്ന് പറയാം. കുറച്ച് ഇറിറ്റബിളായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ സം ഡീഹൈഡ്രേഷൻ ആൻഡ് സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോഴത്തേക്കിനും കൊച്ച് ലെത്താർജിക് അല്ലെങ്കിൽ ഡ്രൗസി ആയിരിക്കും. പിന്നെ നമ്മൾ കണ്ണിലോട്ട് നോക്കുമ്പം ഐസ് നോർമലാണെങ്കിൽ നോ ഡീഹൈഡ്രേഷൻ, സങ്കണാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സം ഓർ സിവിയർ ഡീഹൈഡ്രേഷൻ. പിന്നെ കരയുമ്പോൾ ടിയേഴ്സ് ഉണ്ടോ നോക്കുക. ടിയേഴ്സ് ഉണ്ടെങ്കിൽ നോർമലാണ്, നോ ഡീഹൈഡ്രേഷൻ ആണ്. ഇല്ലെങ്കിൽ സം അല്ലെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷൻ ആയിരിക്കും. പിന്നെ നമ്മൾ മ്യൂക്കോസ് നോക്കുക. മ്യൂക്കോസ് നോർമലാണെങ്കിൽ നോ ഡീഹൈഡ്രേഷൻ ആയിരിക്കും, ഡ്രൈ ആണെങ്കിൽ സം അല്ലെങ്കിൽ സിവിയർ ഡീഹൈഡ്രേഷൻ ആയിരിക്കും. പിന്നെ തേഴ്സ്റ്റ് നമ്മൾ നോക്കണം. വെള്ളം കൊടുത്ത് നോക്കുമ്പോഴത്തേക്കിനും കൊച്ച് കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോൺ ഡീഹൈഡ്രേഷൻ ആവാം, ഡ്രിങ്ക്സ് ഈഗേർലി ആണെങ്കിൽ സം ഡീഹൈഡ്രേഷൻ ആവാം. നോട്ട് ഏബിൾ ടു ഡ്രിങ്ക്, ലെത്താർജിക്കായിട്ട് കൊച്ചിന് കുടിക്കാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഇറ്റ് സിവിയർ ഡീഹൈഡ്രേഷൻ. പിന്നെ സ്കിൻ പിഞ്ച് ചെയ്ത് നോക്കുക. ലെസ് ദാൻ 3 സെക്കൻഡ്സിലാണ് പോകേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോ ഡീഹൈഡ്രേഷൻ. ലെസ് ദാൻ 2 സെക്കൻഡ്സിൽ പോകുന്നുണ്ട് ബട്ട് സ്ലോ ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഇസ് സം ഡീഹൈഡ്രേഷൻ. ആൻഡ് ഗ്രേറ്റർ ദാൻ 2 സെക്കൻഡ്സ് എടുത്താണ് പോകുന്നതെങ്കിൽ ഇറ്റ് ഇസ് സിവിയർ ഡീഹൈഡ്രേഷൻ. പിന്നെയെന്ന് വെച്ചാൽ അവർക്ക് നമ്മൾ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്, മാൽനറിഷ്ഡ് ആയിട്ടുള്ള ചൈൽഡിൽ ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സങ്കണൈസ് കാണാൻ പറ്റും. അപ്പോൾ സ്കിൻ പിഞ്ച് ടെസ്റ്റ് ചിലപ്പം പോസിറ്റീവ് ആയിരിക്കും ഈ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷനൊക്കെ വരുമ്പോഴത്തേക്കിനും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ അസസ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് പറയാം, സം ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ എക്സസീവ് തേഴ്സ്റ്റ് ഉണ്ടാവും. ഓക്കെ, കുട്ടി വെള്ളം കുടിക്കുമ്പോൾ എക്സസീവ് തേഴ്സ്റ്റ് ഉണ്ടാവും. അതുപോലെ ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവാം. അതുപോലെ സിവിയർ ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ നമുക്ക് കൊച്ചിൻ്റെ ഓൾട്ടേർഡ് സെൻസോറിയം അല്ലെങ്കിൽ ലെത്താർജി ഉണ്ടാവാം. അതൊക്കെ വെച്ചാണ് ഈ മാൽനറിഷ്ഡ് ആയിട്ടുള്ള പിള്ളേരിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്ലാൻ എ, അതായത് നോ ഡീഹൈഡ്രേഷൻ ഉള്ള പിള്ളേരിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ ഓൺ ഗോയിങ് ലോസസ് റീപ്ലേസ് ചെയ്യണം. അതിന് നമുക്ക് ORS കൊടുത്താൽ മതി. WHOൻ്റെ ORS ഉണ്ട്. 5 to 10 ml per kg per loose stools. ഓരോ എപ്പിസോഡ് ഓഫ് ലൂസ് സ്റ്റൂൾസിലും 5 to 10 ml per kg വെച്ച് നമ്മൾ ORS കൊടുക്കുക. പിന്നെ നമുക്ക് ഓറൽ സിങ്ക് സപ്ലിമെൻറ്റേഷൻ ചെയ്യാം. അപ്പം എന്തിനാണ് സിങ്ക് കൊടുക്കുന്നത് ഈ ഒരു ഡയറിയ വരുമ്പോൾ? അതിൻ്റെ ആവശ്യം എന്താ, ഫോർ ബെറ്റർ മ്യൂക്കോസൽ ഹീലിങ്ങിനാണ് സിങ്ക് കൊടുക്കുന്നത്. അത് 2 to 6 months 10 mg per ഡേയും ഗ്രേറ്റർ ദാൻ 6 months 20 mg per ഡേയും ആണ് കൊടുക്കുന്നത് ഫോർ 14 days. 2 to 6 months 10 mg per ഡേയും
ഗ്രേറ്റർ ദാൻ 6 മന്ത്സിൽ 20 mg per day ആണ് കൊടുക്കുന്നത്. ഫോർ 14 days നമുക്ക് കൊടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറയുക. പിന്നെ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് ചില കേസസിൽ മാത്രം. എന്താ, ഡിസെൻട്രി വരുവാണെങ്കിൽ കൊടുക്കാം, കുട്ടിക്ക് ഫീവർ ഉണ്ടെങ്കിൽ, സിക്ക് ലുക്കിംഗ് ആണെങ്കിൽ, ടോക്സിക് ലുക്കിംഗ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ കോളറ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗിവ് ആസിത്രോമൈസിൻ ആൻഡ് ഡോക്സിസൈക്ലിൻ. പിന്നെ ഇവർക്ക് നമ്മൾക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഈ WHO കൊണ്ട് ORS കോമ്പസിഷൻ എന്താണ്. അതായത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റെഡ്യൂസ്ഡ് ഓസ്മോളാരിറ്റി ORS ആണ്. അത് 245 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണ് ഇതിൻ്റെ ഓസ്മോളാരിറ്റി എന്ന് പറയുന്നത്. ഇതിനകത്ത് സോഡിയവും ഗ്ലൂക്കോസും ഈക്വലായിട്ടാണുള്ളത്, 75 വെച്ചുണ്ട്. പൊട്ടാഷ്യം 20, ക്ലോറൈഡ് 65 ആൻഡ് സിട്രേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് സോഡിയം, ഗ്ലൂക്കോസ്, ക്ലോറൈഡ്, പിന്നെ പൊട്ടാഷ്യം ഉണ്ട്, സിട്രേറ്റ് ഉണ്ട്. മൊത്തം കൂടി 245 മില്ലി ഓസ്മോൾ പെർ ലിറ്റർ ആണുള്ളത്. പിന്നെ എന്താണ് റിസോമാൽ? റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഫോർ മാൽനറിഷ് ചൈൽഡ്. എന്താണ് റിസോമാൽ എന്ന് വേണം ചോദിക്കാം. ഇറ്റ് ഈസ് ദി റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഫോർ മാൽനറിഷ് ചൈൽഡ്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനകത്ത് ലെസ്സർ സോഡിയം ആയിരിക്കും ഉള്ളത്, കൂടുതലും പൊട്ടാഷ്യം ആയിരിക്കും ഉള്ളത്, അതുപോലെ മിനറൽസ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻസ് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ അറിഞ്ഞു വെക്കുക. സോഡിയം കുറവായിരിക്കും, പൊട്ടാഷ്യം കൂടുതലായിരിക്കും, മിനറൽസും മൈക്രോ ന്യൂട്രിയൻസും ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കും. ഇതാണ് റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ഫോർ മാൽനറിഷ് ചൈൽഡ് എന്ന് പറയുന്നത്. പിന്നെ പ്ലാൻ ബി എന്ന് പറയുമ്പോൾ സൺ ഡീഹൈഡ്രേഷനുള്ള കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കുട്ടി ഓറലി ORS കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 75 ml per kilogram ORS കൊടുക്കാം ഓവർ 4 hours. ഇഫ് റെക്കറൻറ്റ് വോമിറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് IV ആയിട്ട് കൊടുക്കാം, ഫ്ലൂയിഡ് 75 ml per kilogram കൊടുക്കാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സിവിയർ ഡീഹൈഡ്രേഷൻ വരുമ്പോൾ നമ്മൾ മൂന്നാമത്തെ പ്ലാൻ എടുക്കും, നമ്മുടെ പ്ലാൻ C എടുക്കും, IV ആയിട്ട് ഫ്ലൂയിഡ് കൊടുക്കുന്ന പ്ലാൻ. അപ്പം നമ്മൾ മൊത്തം 100 ml per kg ആണ് കൊടുക്കുന്നത്. അതിനകത്ത് ലെസ് ദാൻ 1 year ആകുമ്പോൾ കൊച്ചു പിള്ളേരാണ്, അപ്പം നമ്മൾ പതുക്കെ സ്ലോ IV ആയിട്ട് കൊടുക്കാവൂ. 30 ml per kg ഓവർ 1 hour കൊടുക്കണം. അത് കഴിഞ്ഞ് 70 ml per kg ഓവർ 5 hours കൊടുക്കണം. അതുപോലെ ഗ്രേറ്റർ ദാൻ 1 year ആണെങ്കിൽ കുറച്ച് വലിയ തീരെ കുഞ്ഞല്ലല്ലോ, അപ്പോൾ നമുക്ക് ഓവർ 3 hours കൊടുക്കാം. ഹാഫ് ആൻ അവർ ഉള്ളിൽ 30 ml per kgയും 2.5 hours ഉള്ളിൽ 70 ml per kgയും കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിവിയർലി ഡീഹൈഡ്രേറ്റഡ് ആയിട്ട്, അതായത് ലിത്താർജിക് ആയിട്ട് സ്കിൻ പിഞ്ച് പോലും പോവാത്ത പിള്ളേർക്ക്, വെള്ളം കുടിക്കാൻ പോലും ഉള്ള ബോധമില്ലാത്ത കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ വേണം ഈ ഡീഹൈഡ്രേഷൻ കറക്ഷൻ നടത്താനായിട്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലൂയിഡ് ഓഫ് ചോയ്സ് എന്താണ്? നമ്മൾ RL + 5% ഡെക്സ്ട്രോസ് ആണ് നമ്മൾ ബെസ്റ്റ് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. അത് അല്ലെങ്കിൽ നമുക്ക് സാധാ RL കൊടുക്കാം, അതും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ NS കൊടുക്കാറുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാം, പെർസിസ്റ്റൻ്റ് ഡയറിയ എന്ന് പറയുമ്പം ഈ ഗ്രേറ്റർ ദാൻ 14 days കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ എന്താ വിളിക്കുക? പെർസിസ്റ്റൻ്റ് ഡയറിയ എന്നാണ് വിളിക്കുക. അതിന് നമ്മൾ ഡയറ്ററി മോഡിഫിക്കേഷൻ ചെയ്യണം. പിന്നെ സിങ്ക് ആൻഡ് വൈറ്റമിൻ എ സപ്ലിമെൻറ്റേഷൻ കൊടുക്കണം. എന്തിനീ സിങ്കും വൈറ്റമിൻ എയും കൊടുക്കുന്നത്? അഗൈൻ മ്യൂക്കോസൽ ഹീലിങ്ങിന് വേണ്ടി തന്നെയാണ് സിങ്കും വൈറ്റമിൻ എയും കൊടുക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.